പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു. ഒപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം രാജ്യസഭ തിങ്കളാഴ്ചത്തേക്കും ലോക്സഭ 2 മണിവരെയും പിരിയുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിലും കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായില്ല. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. സ്വാതി വിശദാംശങ്ങളുമായി ചേരുകയാണ്. സ്വാതി, രാജ്യസഭയും ലോക്സഭയും ഈ വിവിധ വിഷയങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നു വന്നത്? ശരത്ത്, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, അതോടൊപ്പം തന്നെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങിയ വിഷയങ്ങളിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായത്. SIR പ്രക്രിയ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുവാനുള്ള നീക്കമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം പാർലമെന്റിന് പുറത്തും അകത്തും പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പാർലമെന്റിൽ ബഹളം ഉയർന്നതോടെയാണ് രാജ്യസഭ തിങ്കളാഴ്ചത്തേക്ക് പിരിയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ലോക്സഭ 2 മണിവരെയാണ് പിരിഞ്ഞിട്ടുള്ളത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു പ്രത്യേക ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം പ്രതിപക്ഷാംഗങ്ങൾ സംയുക്തമായി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചതോടെയാണ് ഇത്തരത്തിൽ വലിയ ബഹളം പാർലമെന്റിൽ ഉയരുകയും ചെയ്തത്. ഈ കന്യാസ്ത്രീമാരുടെ വിഷയത്തിലും സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പ്രമേയം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അതെല്ലാം തള്ളുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് കെ രാധാകൃഷ്ണൻ എം പിയും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ശരി, സ്വാതിയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.